സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും എന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് അവിടെ സംസാരിച്ചത് ഭയങ്കര വിടുതലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ സന്താനം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകൻ പറഞ്ഞു നടക്കാതിരുന്നിട്ടില്ല. ക്രിസ്തു വരുമെന്ന് പ്രവചിച്ചു. യെശയ്യാപ്രവാചകൻ വന്നു. ക്രിസ്തു ക്രൂശിൽ ഇങ്ങനെ മരിക്കുമെന്നും ഇങ്ങനെ പീഡകൾ അനുഭവിക്കുമെന്നും യെശയ്യാപ്രവാചകൻ പ്രവചിച്ചു. നടന്നോ? നടന്നോ? ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേൽക്കുമെന്ന് പ്രവചിച്ചു. നടന്നോ? നടന്നു. ക്രിസ്തു ഇനി വരുമെന്ന് പറഞ്ഞു. നടന്നോ? നടന്നു. അതേ പ്രവാചകൻ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. നിന്റെ സന്താനത്തിന്റെ മേൽ ഞാൻ എന്റെ അനുഗ്രഹങ്ങളെ പകരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. ആത്മാവ് വന്നാൽ നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്നു. പിതാവിന്റെ അഭിഷേകത്തിൽ കൂടി നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് കേട്ടത്. പ്രിയ പിതാവിൽ കൂടി നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. നമുക്ക് ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരും ദൈവസന്നിധിയിലെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങിപ്പോകാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ചില വഴികളെ ദൈവം തുറക്കാൻ പോവുകയാണ്. പ്രത്യേക അഭിനയ മോള് മുമ്പോട്ട് കടന്നു വന്നിട്ട് അവൾക്ക് പരീക്ഷയാണ്. അവൾ എന്നോട് ആദ്യമേ വന്നൊരു റിക്വസ്റ്റാണ് ചോദിച്ചത്, 7:30 എനിക്ക് പോകണം, നാളെ പരീക്ഷയ്ക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. യഹോവയായ ദൈവം ജ്ഞാനം പകർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെങ്കിൽ നീ ദൈവസന്നിധിയിൽ എവിടെ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, സ്തോത്രം, 2 മിനിറ്റോ 10 മിനിറ്റോ യേശുവിന് വേണ്ടി ദൈവസന്നിധിയിൽ ആരാധിക്കുന്നെങ്കിൽ മക്കളെ ലോകത്തിന്റെ ഉന്നതി ചെല്ലും. ലോകത്തിൽ ആരും നിന്നെ പരാജയപ്പെടുത്താൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ജമീമ റോഡ്രിഗ്സ് എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് കളിക്കാരിയെ ഹല്ലേലൂയ സ്വന്തം ക്ലബ്ബ് പോലും അവഗണിച്ചു. ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ചില്ല. പക്ഷേ ഇന്ത്യ ടീം കഴിഞ്ഞ ദിവസം വനിൻ ടീം വേൾഡ് കപ്പ് ഉയർത്തിപ്പിടിച്ചപ്പോൾ സെമി ഫൈനലിൽ ഏറ്റവും നല്ല രീതിയിൽ കളിച്ച ആ ജമീമയ്ക്ക് പറയാൻ ഒരു കാര്യമുണ്ടായിരുന്നു, എന്നെ ശക്തനാക്കിയ ഒരുവനുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ആ വാക്യമെടുത്ത് വെച്ച് പറഞ്ഞു, എന്റെ ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തിയത് ഹല്ലേലൂയ എന്റെ ദൈവമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് മക്കളെ, ഈ ലോകത്തിലെ ഒരു പരീക്ഷ നമുക്കൊരു വിഷയമല്ല. ശക്തനാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ശക്തിപ്പെടുത്തും. പ്രിയ 2 പിതാക്കന്മാർ ഇവിടെ ഉണ്ട്. അവർ നിങ്ങൾ മോളെ പ്രാർത്ഥിച്ചു വിടും. അതുപോലെ പ്രാർത്ഥന ആവശ്യമുള്ളവർ പ്രാർത്ഥിക്കണം. നിങ്ങൾ മുമ്പോട്ട് കടന്നു വരണം. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഈ സമയം നമ്മളെല്ലാവരും ദൈവത്തിന്റെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സുരേഷ് പ്രാർത്ഥിക്കുകയും അച്ചാച്ചി ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ ഹല്ലേലൂയ സമാരാധന ഹല്ലേലൂയ അവസാനിക്കുന്നതാണ്. നിങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ സ്വതന്ത്ര എല്ലാ ഞായറാഴ്ചകളിലും ഈ വൈകിയ വേളയിൽ ഹല്ലേലൂയ 6 മണി മുതൽ 8 മണി വരെ പൈൻവാലിയിൽ എബനേസർ വർഷിപ്പ് സെന്ററിൽ വെച്ച് നടത്തുന്ന ആരാധനയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും കടന്നു വരികയും ഈ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോടാണ് പ്രത്യേകാലി പറയുന്നത്, ഈ മനോഹരമായിട്ടുള്ള നയന സുന്ദരമായിട്ടുള്ള ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സാവകാശമുണ്ട്. ടൂറിനും വിനോദസഞ്ചാരത്തിനൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇവിടുത്തെ വാഗമണിലെ പൈൻവാലി. ഈ പൈൻവാലിയുടെ തൊട്ടടുത്ത് തന്നെ ആണ് ഈ എബനേസർ വർഷിപ്പ് സെന്റർ. ഇവിടെ നിങ്ങൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് സകലവിധമായ നന്മകളും ഒരുക്കട്ടെ. തുടർന്നുള്ള സമയം പ്രിയ കർത്താവിദാസൻ സുരേഷ് പ്രാർത്ഥിക്കുകയും അച്ചാച്ചി ആശീർവാദം പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു പോവുകയും ചെയ്യാം. സമയം